ടി ജി ഒരു സിനിമയുടെ മുതലാളി എന്ന് പറയുന്നത് നിർമ്മാതാവാണ്. അതിൻ്റെ മൊത്തം കൺട്രോൾ അല്ലെങ്കിൽ ഒരു സെറ്റിൻ്റെ നിയന്ത്രണം സംവിധായകൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, പീഡന പരാതികളുടെ ഒരു പ്രവാഹം, ഇതിലൊന്നും സിനിമാക്കാർ മാത്രമല്ല, അഭിനേതാക്കൾ മാത്രമല്ല ഉള്ളത്. തിരക്കഥാകൃത്ത്, സംവിധായകരൊക്കെ പ്രതികളായിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു വെൽഫെയർ സംഘടനയാണ്. അതിൻ്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുന്നു. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഈ അമ്മ ഒരു ക്ലബ്ബാണ്. സിനിമാക്കാർക്ക് വല്ലപ്പോഴും ഒന്ന് കൂടാനും റിലാക്സ് ചെയ്യാനും ഒരു കോൺക്ലേവ് ഒക്കെ നടത്തി ആഘോഷിക്കാനും പിന്നെ അതിൻ്റെ കൂടെ ആരെങ്കിലും കഷ്ടപ്പാടിലായി അവരെ സഹായിക്കുക. തീരെ കഷ്ടപ്പാടിൽ പെട്ടുപോയവർക്ക് അവർക്കിനി അഭിനയിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർക്കാണ് കൈനീട്ടം ഒരു തുക കൊടുക്കും, 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് അമ്മ. പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് അതിലും വലിയ എന്തോ ചുമതലകളുണ്ട് എന്ന് വരുത്തി എന്ന് കൽപ്പിച്ചു കൂട്ടി. കുറേ വർഷങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ ദിലീപ് ഇഷ്യൂ വന്നപ്പോഴാണ് ഞാനന്ന് റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാർ ഞാനും അതാണ് ഒരു സ്ഥിരം യുദ്ധം. അപ്പോൾ നികേഷ് പറഞ്ഞു അമ്മയിൽ ജനാധിപത്യമില്ല, തുല്യനീതിയില്ല, സ്ത്രീ സ്വാതന്ത്ര്യമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു നികേഷ്, ഈ സാധനങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് ഉള്ള സംഘടനയല്ല അമ്മ. ഇത് നിങ്ങൾ വല്ല ഭരണഘടനയിലോ അല്ലെങ്കിൽ പീനൽ കോഡിലോ ഒക്കെ നടപ്പാക്കേണ്ടതാണ്. അമ്മയ്ക്ക് ഇതിലെന്ത് കാര്യം? സ്ത്രീ സ്വാതന്ത്ര്യം നിലനിർത്തുക ഇത് അമ്മയുടെ ബാധ്യതയല്ല. സമൂഹത്തിൽ എന്തെങ്കിലും നടക്കുന്നത് അതിൻ്റെ കൂടെ അമ്മയും ഒക്കെ ഉണ്ടാകും. അമ്മ ഒരു ക്ലബ്ബാണ്. ഇത് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. അമ്മയിലെ അംഗം ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസിഡൻ്റായി ഇന്നസെൻ്റ് സമാധാനം പറയണം. ഇന്നസെൻ്റ് എന്ത് ചെയ്യും? ഇയാൾ എവിടെ പോയി ഏതോ തെങ്ങിൽ കയറാൻ പോയി ഉരുണ്ട് പിടിച്ച് താഴെ വീണു, അതിന് ഇന്നസെൻ്റ് സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ചെയ്യാത്ത കുറ്റത്തിൻ്റെ കുരിശും മുഴുവൻ അമ്മയുടെ തലയിലേക്ക് എല്ലാവരും കൂടെ കൊടുക്കാൻ തുടങ്ങി. അമ്മയ്ക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ദിവസവും രാവിലെ പത്രസമ്മേളനം വിളിക്കുക. ഈ രാഷ്ട്രീയക്കാരെ പോലെ ഇത് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് വേറെ ജോലിയില്ലേ? വാസ്തവത്തിൽ ഈ സിനിമാ താരങ്ങളുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും ടെക്നീഷ്യൻസ് ആയാലും ഒക്കെ വളരെ ഹെക്റ്റിക് ലൈഫാണ് അവരുടെ. പലപ്പോഴും മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ്. അത് പാലക്കാട് തീർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പാക്കപ്പ് ചെയ്തിട്ട് പൊള്ളാച്ചിക്ക് പോവുക. പൊള്ളാച്ചിയിൽ നിന്ന് അടുത്ത 2 ലൈൻ പാട്ടിൻ്റെ ഷൂട്ട് ചെയ്യാനായിട്ട് കാശ്മീരിൽ പോവുക, തിരിച്ച് ജയ്പൂരിൽ വരിക. അവിടെ ആ പാട്ടിൻ്റെ അര ലൈൻ അവിടെയാണ്. കഷ്ടപ്പാടാലോചിച്ച് നോക്കിയേ. അസാമാന്യമായ ടെൻഷൻ, അസാമാന്യമായ യാത്ര. ഇതിനിടയ്ക്ക് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവരൊരു ക്ലബ്ബ് ഉണ്ടാക്കി സന്തോഷമായിട്ട് വല്ലപ്പോഴും ഒന്ന് കൂടും. അവൈലബിളായിട്ടുള്ളവർ വരും, ചിലരൊക്കെ വരില്ല. ഇതാണ് അമ്മയുടെ സ്വഭാവം. പക്ഷേ ഈ ചുമതലയെല്ലാം കൂടെ തലയിൽ വന്ന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവർ സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇവർ ബോൾഡായിട്ട് ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ തീരില്ല. അതാണ് ഒരു ഞങ്ങളൊരു ലയൺസ് ക്ലബ്ബോ രാമോർമ്മ ക്ലബ്ബോ പോലെയാണെന്ന് പറഞ്ഞാൽ പലതവണ അവരത് പറഞ്ഞും പിടിച്ചുമൊക്കെ നോക്കി അത് സമ്മതിക്കില്ല. അതിനെ തുടർ ചോദ്യങ്ങളുണ്ടാവുക, അതിന് മറുപടി ഉണ്ടാവുക. ആ മറുപടിക്കകത്ത് എന്തെങ്കിലും തെറ്റിപ്പോയി ഉടനെ അതിലെത്തിട്ട് വാർത്തയാക്കുക. ഇങ്ങനെ എന്നെയോ സുനിലിനോ പോലെ അല്ല സിനിമാ താരങ്ങൾ. അവരുടെ ശരീരഭാഷയ്ക്ക് പോലും വ്യാഖ്യാനം കൊടുക്കപ്പെടും. മോഹൻലാൽ തിരിഞ്ഞു നടന്നു, സുരേഷ് ഗോപി തിരിഞ്ഞു നിന്നു, മമ്മൂട്ടി ആകാശത്തേക്ക് നോക്കി. ഓർക്കുന്നില്ലേ? ഒരു അമ്മ പത്രസമ്മേളനത്തിലാണ് മമ്മൂട്ടി മുകളിലേക്ക് നോക്കുന്നു, മോഹൻലാൽ താഴെ നോക്കിയിരിക്കുന്നു. അത് വാർത്ത. അപ്പം മമ്മൂട്ടി ആകാശത്തേക്ക് നോക്കിയതിൻ്റെ അർത്ഥം എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല എന്നാണെന്നും മോഹൻലാൽ താഴെ നോക്കിയത് ഞാനിതിൽ ഖേദിക്കുന്നു എന്നുമാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ 99% എൻ്റെ വിശ്വാസം മമ്മൂട്ടിയാണ് ഈ കലാപരിപാടി നിർത്താൻ പറഞ്ഞു കാണാൻ സാധ്യത. ഇവരുടെ കൂട്ടത്തിൽ പ്രായം കൊണ്ടും സീനിയർ മമ്മൂട്ടിയാണ്. അപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു. ഇനി എന്ത്? മോഹൻലാലിന് സുഖമില്ല. അപ്പോൾ സിദ്ദിഖ്, മോഹൻലാൽ, മമ്മൂട്ടി ഇവരൊക്കെ ഫോൺ കോൺഫറൻസ് കോളിലിട്ടിട്ട് സംസാരിക്കുന്നു. മമ്മൂട്ടി പറയുന്നു, ഈ കുന്തം തലേന്നെടുത്ത് കളയട, ഇത് എന്തിനാണ് നമ്മളിതിൻ്റെയൊക്കെ സമാധാനം പറയുന്നത്? നമുക്കെന്ത് കാര്യം? നമ്മൾ അഭിനയ സംഗതിയൊക്കെ ഏകദേശം അതിൻ്റെ പീക്കിലൊക്കെ എത്തി, കിട്ടാവുന്ന പ്രശസ്തി, പണം, അത് ഇതൊക്കെയായി. ഇനിയിപ്പോൾ വല്ല പെൺപിള്ളേർ എന്തെങ്കിലുമൊക്കെ ടി വിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സമാധാനം പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണം.
മോഹൻലാൽ നീ ഇത് തലേന്നെടുത്ത് എന്ത് കാര്യമെന്ന് അമ്മ ഒരു കാലത്ത് വലിയ നമ്മൾ സ്നേഹമുള്ള ആൾക്കാരൊക്കെ കൂടി ആ അന്തരീക്ഷമൊക്കെ പോയി ഇപ്പം അലമ്പും വഴക്കും കച്ചറയുമാണ്. ഇത് വേണ്ടെന്ന് വയ്ക്ക്. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നു അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീയും രാജിവെക്ക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കണം, വിളിക്കാം ബാബുരാജിനെ ആഡ് ചെയ്യും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. രണ്ടുപേരും പ്രതിയായി ഇപ്പോൾ സിദ്ദീഖും ബാബുരാജും. അല്ല ആർക്കാരെ ചെയ്താൽ പോരെ? ഞാൻ പറയുന്നത് ആർക്ക് ആരെ വേണമെങ്കിലും പ്രതിയാക്കാം. അല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഈ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഞങ്ങൾക്ക് ഈ രാജിയോട് യോജിപ്പില്ല, കുറ്റക്കാരെ മാറ്റി നിർത്തിയാൽ മതി എന്ന് പറയുന്നത്, അതിനകത്തൊരു ന്യായം ഉണ്ടല്ലോ. അല്ല, അതിൽ ന്യായം ഉണ്ടാവാം. പക്ഷേ അവരുടെ കോമൺ തീരുമാനം എന്തായി? രാജിവെക്കും. ചിലർ പറഞ്ഞു കാണും നമ്മളെല്ലാം കൂടെ വെറുതെ രാജിവെക്കുന്നതിന്, രാജിവെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. അല്ലല്ല, അപ്പോൾ മോഹൻലാൽ പറയുന്നു എൻ്റെ തീരുമാനം മമ്മൂട്ടിയുമായിട്ട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനം ഞാനിനിയില്ല എന്നാണ്. സിദ്ദിഖ് പറയുന്നു ഞാനില്ല, ഞാൻ രാജിവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഭൂരിപക്ഷ തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഇവരും ശരി എനിക്ക് യോജിപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയും. അതൊന്നും വലിയ വിയോജിപ്പൊന്നുമല്ല. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. 4-5 പേര് നമ്മളിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ പറയും അല്ല ഇപ്പോൾ സുനിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് കഴിഞ്ഞ് പത്രക്കാരനോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ആ തീരുമാനം എനിക്കത്ര പിടിച്ചില്ല, പക്ഷേ എല്ലാവരും കൂടി ഞാനും കൂടി അതിൻ്റെ കൂടെ എന്ന് പറയുന്നു. ഇതൊന്നും വലിയ പ്രശ്നമല്ല. ഇതെന്തോ വലിയ താത്വിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് താത്വിക അപലപനം നടത്തുന്നവരാണ് മണ്ടന്മാർ. പക്ഷേ തിങ് ഈസ് അമ്മ അവസാനിച്ചു. അല്ല, അമ്മ അവസാനിച്ചു എന്നതാണോ അമ്മയെ അവസാനിപ്പിച്ചു എന്നതാണെന്ന് ചോദ്യമുണ്ട്. ഇത് രണ്ടുമാകാം. കാരണം കുറേ കാലമായിട്ട് സിനിമയിലെ കുറേ പേരുടെ ടാർഗറ്റ് അമ്മയാണ്. അമ്മയെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത് വിനയനാണ്. വിനയൻ ബുദ്ധിപൂർവ്വം അത് ചെയ്തു. ഇപ്പോഴല്ല, 2014 വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി അമ്മ ഫെഫ്ക മൂന്നാം ഓപ്പോസിറ്റ് പാർട്ടി ആരാണെന്നറിയാം. അവിടെ അക്യൂസ്ഡ് അല്ല, ഓപ്പോസിറ്റ് പാർട്ടിയാണ്. മൂന്നാമത്തത് മമ്മൂട്ടി. ഞാനിന്ന് ഈ അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ രാജിവെക്കാനുള്ള തീരുമാനം മമ്മൂട്ടിയുടെ സ്വാധീനത്തിലാണ് എന്ന് ധൈര്യമായിട്ട് ഊഹിക്കാൻ കാര്യം ഇതാണ്. മൂന്നാം കക്ഷി എതിർകക്ഷിയായിട്ട് മമ്മൂട്ടിയാണ് വെച്ചത്. 4ാമത് മോഹൻലാൽ, 5ാമത് ഇദ്ദേഹം ദിലീപ്, 6ഉം 7ഉം വേറെ ഫെഫ്കയുടെ തന്നെ 2 ട്രേഡ് യൂണിയനുകൾ. ഫെഫ്ക സർവാശ്ലേഷിയായ ഒരു ട്രേഡ് യൂണിയനാണ്. ട്രേഡ് എന്നൊക്കെ പറയാം, ട്രേഡ് യൂണിയൻ എന്ന് പറയുമെങ്കിൽ അത്ര ശരിയല്ല. കാരണം ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അവർ തൊഴിലാളികളാവുന്ന എങ്ങനെയാണ് പ്രൊഡ്യൂസർ. ഫെഫ്ക ഡയറക്ടേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക മേക്കപ്പ് മെൻ ആൻഡ് വിമൻ അസോസിയേഷൻ, നിർമ്മാതാക്കൾക്ക് ഫിലിം ചേംബർ വരെയുണ്ട്, ഫെഫ്ക ഹെയർ സ്റ്റൈലിസ്റ്റ് അസോസിയേഷൻ, ഫെഫ്ക ഡ്രൈവേഴ്സ് അസോസിയേഷൻ, സൈൻ ഡ്രൈവേഴ്സ്. സിനിമയിൽ താരങ്ങളും മറ്റുള്ളവരും ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടികളുടെ ഡ്രൈവർമാരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അത് ഫെഫ്കയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തു. ഇവരെയൊക്കെയാണ് വിനയൻ ഓപ്പോസിറ്റ് പാർട്ടിയാക്കിയത്. അതിൽ പ്രഥമ ദൃഷ്ടി അതിനെ കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞു ഈ 3ഉം 4ഉം 5ഉം അതായത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇവരുടെ പേരിൽ പ്രഥമ ദൃഷ്ടി അതിന് യാതൊരു ആരോപണവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ 3 കക്ഷികളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ബാക്കിയുള്ളവരുടെ പ്രവൃത്തി പരിശോധിക്കാം. ബാക്കിയുള്ളവരുടെ പ്രവൃത്തിയിൽ എന്ത് സംഭവിച്ചു? ഈ ഫെഫ്ക എന്ന സംഘടന പ്രധാനമായിട്ടും അമ്മയും തരക്കേടില്ലാതെ ഇവർ ഓപ്പറേറ്റ് ചെയ്തു. അത് സത്യമാണ്. ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാരിൽ മധു മുതൽ ഇന്നസെൻ്റ് വരെയുള്ളവർ പെടും. മധു മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ ജഡ്ജ്മെൻറ്റിൽ അവർ പറഞ്ഞു മോസ്റ്റ് വൈറ്റലായിട്ടുള്ള മൊഴി തന്നത് മധുവാണ്. മധുവിൻ്റെ സ്റ്റേച്ചർ, പ്രായം ഒക്കെ ആലോചിച്ച് നോക്കും. മധുവിനെ ക്രോസ് വിസ്താരം ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. ക്രോസ് വിസ്താരം ചെയ്തില്ല മധുവിനെ. മധു പറഞ്ഞു ഞാൻ ഇങ്ങനൊരു നിരോധനം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല. ഞാൻ വിനയനോട് ഒരു 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു ഒരു സിനിമയ്ക്ക്. എനിക്ക് വയ്യായിരുന്നു, പക്ഷേ വിനയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണ്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 1 ഡസനോളം ആൾക്കാർ എന്നെ വന്ന് കണ്ടു പല തവണയായിട്ട്. വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു.
ആ വന്നവരിൽ 2 പേരെ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് ബി ഉണ്ണികൃഷ്ണൻ, വേറൊന്ന് സിബി മലയിൽ. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വിനയന് ഫോൺ ചെയ്തു. വിനയൻ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനയൻ പറഞ്ഞു, സാറ് ഇത്രയും പേരെ വെറുപ്പിച്ചിട്ട് സാറിൻ്റെ സിനിമയിൽ വരണ്ട, സാറ് പിന്മാറിക്കോളൂ. ഞാൻ 50,000 രൂപ വിനയന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് മധു കൊടുത്ത മൊഴി വെർബാറ്റും ആ ജഡ്ജ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ പേര് കെ സുരേന്ദ്രൻ എന്നാണ്. BJP പ്രസിഡൻ്റെ പേര് ഇന്ദ്രൻസിന്. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ അതിനകത്ത് കെ സുരേന്ദ്രൻ. ഞാൻ സിനിമയിൽ കെ സുരേന്ദ്രൻ ആരാണ്? അപ്പോഴാണ് ഇന്ദ്രൻസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഇന്ദ്രൻസ് പറഞ്ഞു, ഇങ്ങനൊരു നിരോധനം നിലവിലുള്ളതായിട്ട് എനിക്കറിയാം, വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഘടനയിലൊന്നും ആക്റ്റീവ് ഒന്നും അല്ല, അങ്ങനെ അതിൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ഇല്ലാത്തപ്പോൾ അതുകൊണ്ട് എനിക്ക് സർക്കുലറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സർക്കുലറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സർക്കുലറുണ്ട് താൻ. ഈ സർക്കുലറൊക്കെ കമ്മീഷൻ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇവർക്കെല്ലാം പഴയിട്ടു. അമ്മയ്ക്ക് പഴയിട്ടു, ഫെഫ്കയ്ക്ക് പഴയിട്ടു. 3 വർഷത്തെ വരുമാനത്തിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 5% ഈ 4 സംഘടനകൾക്കായിട്ട് പഴയിട്ടത്. 4 സംഘടനയും പ്രത്യേകം വരുമാനം കിട്ടും. അമ്മ, ഫെഫ്ക, പിന്നെ മറ്റ് 2 ഫെഫ്ക അഫിലിയേറ്റഡ് യൂണിയൻ. 3 നടന്മാരെ ഒഴിവാക്കിയിരുന്നു. ഇത് കൂടാതെ അമ്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ഇന്നസെൻറ്റിന് പിഴ, സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇടവേള ബാബുവിന് പിഴ, ഫെഫ്കയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് സിബി മലയിലിന് പിഴ, സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണന് പിഴ, മറ്റേ യൂണിയൻ്റെ അതിൻ്റെയും പ്രസിഡന്റ് സെക്രട്ടറി മോഹനോ അങ്ങനെ എന്തോ പേരാണ്, അവർക്കും പിഴ. ഇതെല്ലാം കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുത്തതാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി. ആ അപ്പലേറ്റ് അതോറിറ്റിയിൽ ഇവർ അപ്പീൽ കൊടുത്തു, തോറ്റുപോയി. ഫെഫ്ക കൊടുത്ത അപ്പീലാണ്. ഇത് കഴിഞ്ഞ് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി തള്ളി എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ പോലും പോയില്ല. ഹേർഡ് ദ ലേണഡ് കൗൺസിൽ, വി ഡോണ്ട് ഫൈൻഡ് എനി റീസൺ ടു ഇൻ്റർഫിയർ വിത്ത് ദ ട്രിബ്യൂണൽസ് ഓർഡർ, പെറ്റീഷൻ ഡിസ്മിസ്ഡ്, കണക്ഷൻ ആപ്ലിക്കേഷൻസ് ആർ ഡിസ്പോസ്ഡ് ഓഫ്. 4 വരിയിൽ തീർന്നു. 3 പേരുള്ള ബെഞ്ചാണ് കേട്ടോ. ജസ്റ്റിസ് രോഹിൻടൻ നരിമാൻ, ജസ്റ്റിസ് KM ജോസഫ്, പിന്നെ ഒരു ജസ്റ്റിസ് നവീൻ സംതിങ്, ദുവ ചാവള അങ്ങനെ എന്തോ സർണി. 3 പേരുടെ ബെഞ്ച് 2020 സെപ്റ്റംബർ 28 ഇത് ഡിസ്മിസ് ചെയ്തു. ആ റൗണ്ടിൽ വിനയൻ ജയിച്ചു. ബട്ട് വിനയനെ പറ്റി പറയുന്നത്, വിനയൻ വേറൊരു രീതിയിൽ മാക്ട നടത്തിക്കൊണ്ട് പോയിരുന്നു. വിനയൻ്റെ ആൾക്കാരെ വെച്ച്, വിനയൻ്റെ ഗ്യാങ്ങിനെ വെച്ചിട്ട് വിനയൻ നടത്തുന്നു, മറ്റാരെയും അടുപ്പിക്കുകയില്ല. ഇപ്പോൾ വിനയൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ വിനയൻ ഏതെങ്കിലും ഒരു മെമ്പറെ കൊണ്ട് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വരും. വോട്ടർ പട്ടിക പുതുക്കിയിൽ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. നമ്മൾ SNDP യോഗം തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ലേ, ഒരു രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ സമ്മതിക്കുക, ആരെങ്കിലും ഒരു സ്റ്റേ ഔട്ട്. ഈ കളി വിനയൻ കളിച്ചു എന്നാണ് ഇപ്പുറത്തുള്ളവർ പറയുന്നത്. അങ്ങനെയാണ് ഫെഫ്ക ഉണ്ടായത്, അങ്ങനെയാണ് ഈ സാമ്രാജ്യം താൻ കൊണ്ടുപോകണമെന്ന്, ഞങ്ങൾ വേറെ പോവുകയാണെന്ന് പറയും. ഈ വേറെ പോയവർ വലിയ സാമ്രാജ്യമായി. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വിനയനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ലേലൻ സിനിമയിലില്ലേ, ആനക്കാട്ടിൽ ഈപ്പച്ചൻ, കുന്നേൽ മത്തായി, കുന്നേൽ ഔതക്കുട്ടി, കടയാടി രാഘവൻ, കടയാടി ബേബി, ഈ 3 ഗ്രൂപ്പ് തമ്മിലാണ് റേഞ്ച് പിടിക്കാനുള്ള യുദ്ധം. അതിൽ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ജയിച്ചു നിന്ന ആനക്കാട്ടിൽ ഈപ്പച്ചനെ പിടിക്കാനായിട്ടാണ് ഈ മധ്യസ്ഥനായിട്ട് ബിഷപ്പ് വരുന്നത്. പക്ഷേ ബിഷപ്പിന് അതിനകത്തൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് സോമൻ പറയുന്നത്, ഒറ്റപ്ലാമൂട്ടിൽ ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേല ഔതക്കുട്ടിയുടെ കെട്ടിയവളുടെ തള്ള. ഈ കുപ്പായൊക്കെ ഇട്ടെങ്കിലും തിരുമേനിയുടെ ഉടപ്പുറന്നോള് തന്നെ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഔട്ട് സ്പോക്കൺ എന്നൊക്കെയുള്ള വാക്ക് വരുന്നത് അപ്പോഴാണ്. തിരുമേനി ബ്ലാസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ തിരുമേനിയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യം സോമൻ ഈ ഡയലോഗ് കൊണ്ട് പൊളിച്ചു. കാരണം തിരുമേനിയുടെ പെങ്ങളാണ് കുന്നേൽ ഔതക്കുട്ടിയുടെ ഭാര്യയുടെ അമ്മ. അപ്പോൾ കുന്നേൽക്കാർക്ക് വിട്ടുകൊടുക്കുന്നതാണ് തിരുമേനി മധ്യസ്ഥം പറയുന്നത്. അപ്പം മധ്യസ്ഥൻ്റെ ഒരു താല്പര്യമുണ്ട്. പിന്നെ ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ സ്ത്രീപക്ഷക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഷൈൻ ചെയ്യുന്നുണ്ടല്ല തിരുമേനിമാർ. ഈ തിരുമേനിമാർക്ക് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്യം കൊണ്ടുവരാൻ കാര്യം. ഏകദേശം ഈ റേഞ്ച് പിടിക്കാൻ കോൺട്രാക്ടർമാർ നടത്തുന്ന യുദ്ധമാണ് ഈ സംഘടനകൾ പിടിക്കാനായിട്ട് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദിഖ് തുടങ്ങിയവർ ഈ വടംവലിയിൽ നമുക്ക് വിട്ടുകൊടുത്തും ജയിക്കാം. വടംവലിയിൽ എപ്പോഴും ഈ വടംവലി മത്സരത്തിൽ ഇപ്പുറത്ത് വലിച്ച് നേടുന്നവന് സമ്മാനം കിട്ടും. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ല, വിട്ടുകൊടുക്കുന്നവനാണ് ജയിക്കുന്നത്. കാരണം നമ്മൾ വിട്ടുകൊടുക്കുന്നതോടെ മറ്റവൻ മലന്നടിച്ച് വീഴും. ഇപ്പോൾ ഈ അമ്മ എന്ന സംഘടന മോഹൻലാൽ അങ്ങ് വിട്ടപ്പോൾ എന്തായി, അപ്പുറത്തും മലന്നടിച്ച് വീണു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മമ്മൂട്ടിയുടെ ബുദ്ധിയാണോ ഇതിൻ്റെ പിന്നിൽ? ബുദ്ധിയല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ റിയാക്ഷൻ. അത് ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിയതിൽ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയുടെ ആ ക്യാരക്ടറാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ചെമ്പ് ഉദയനാപുരം വൈക്കം ടീമിൻ്റെ ഒരു ഗ്രാമീണ വിശുദ്ധി ഉണ്ടല്ലോ, അതിൻ്റെ ഇക്കരെയാണ് ഞാനും താമസിച്ചത് വർഷങ്ങളോളം. ഒരു കായലടയ്ക്കുണ്ടെന്നല്ലേ ഉള്ളൂ. നമുക്കറിയാമല്ലോ അവിടുത്തെ ആൾക്കാരുടെ അവരിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ആ കയറങ്ങ് വിട്ടുകൊടുക്കുക, ഇതമ്മ കൊണ്ടുപോട്ടെ. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, വിടറാ മോഹൻലാൽ, എന്തിനാണ് ഈ ബലം പിടിക്കുന്നത്, നിൻ്റെ തലയിലെടുക്കേണ്ട കാര്യം എന്താ, അങ്ങ് വിട്ടുകൊടുത്തു. ഇപ്പം എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? അമ്മ ഒരു വിശ്വാസമാണ്, പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ക്ലബ്ബാണ്. അതിനകത്ത് ഇതുപോലത്തെ കച്ചറ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിശ്വാസം തകർന്നു പോകും. തകർന്ന വിശ്വാസം വീണ്ടും ഉണ്ടാവില്ല. പക്ഷേ കുറച്ചായിട്ട് അമ്മയുടെ നേതൃത്വം കൈപ്പിടിയിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സിനിമയിൽ പ്രബലമാണ്. അതിന് പല പേരുകൾ, മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ വിളിക്കുന്ന പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത്, വളരെ പെട്ടെന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. പുള്ളി ഇത് അറിഞ്ഞോ, എനിക്കൊന്നും അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവസാനം പറഞ്ഞൊരു കാര്യം, അടുത്ത ബിഷപ്പ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ സിനിമാ പരിസരങ്ങളിലുള്ള ഉള്ള ആളുകളുടെ സുരക്ഷയെ ഉറപ്പാക്കാൻ കഴിയുമെന്ന്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിൽ അദ്ദേഹത്തിനും ഇതുണ്ടാവുന്നേ. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഒറ്റപ്ലാമൂട്ടിൽ ശോശയുണ്ടാവും. അതെ അതെ, അതാരാണെന്ന് അല്ല, സുരക്ഷ എൻ്റെ സിനിമയിൽ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ഈ പൃഥ്വിരാജിനെ മോശപ്പെടുത്തി പറയുകയല്ല. എല്ലാവർക്കും സ്വന്തം താല്പര്യങ്ങളും ഉണ്ടാവാം ഇതിൽ. അല്ല, അദ്ദേഹം അവകാശപ്പെടുകയാണ്, എൻ്റെ സിനിമയുടെ പരിസരത്ത് ഞാൻ സുരക്ഷിതത്വം ഉറപ്പാക്കും. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് 2 റേപ്പ് കേസ് വന്നു കഴിഞ്ഞു. സുനിലേ, ഇതൊക്കെ ഒരു ആവേശത്തിന് പറയാം, ഞാൻ ഉറപ്പാക്കും. എവിടെ പൃഥ്വിരാജിനെ എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ഈ ഒരു വലിയ സംഘമല്ലേ ഈ സിനിമ. അതിലൊരാൾ വേറൊരാളുടെ മുറിയിൽ മുട്ടുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ്? പൃഥ്വിരാജിന് വ്യക്തിപരമായ തീരുമാനമാണ്. അപ്പോൾ അത് ഞാനിത് സംരക്ഷിക്കുന്നത് ഇത് സാധ്യമല്ല. അല്ല, പൃഥ്വിയുടെ കയ്യിലേക്ക് അമ്മയെ ഏൽപ്പിക്കുക എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏൽപ്പിച്ചോ? ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ കണ്ടാൽ പിടിക്കാത്ത ആൾക്കാരൊക്കെ മാറിയല്ലോ. മോഹൻലാൽ നിങ്ങളുടെ ടാർഗറ്റായിരുന്നു. അതെ. മമ്മൂട്ടിയെ കേസിൽ കുരുക്കാൻ നോക്കി, പറ്റിയില്ല. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് 3 പേരെ ഓപ്പോസിറ്റ് പാർട്ടി ആക്കിയിരുന്നു വിനയൻ. സാധിച്ചില്ല. 3 പേരും പ്രഥമ ദൃഷ്ടിയ കഴമ്പില്ല എന്ന് കണ്ടിട്ട് കമ്മീഷൻ ആദ്യം തള്ളുന്നത് ഈ 3 പേരെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടാണ് വിധി തുടങ്ങുന്നത് തന്നെ. വി ഹാവ് നോട്ട് ഫൈൻഡ് ഈവൻ എ പ്രൈമ ഫേസി എവിഡൻസ്, എ ഷ്രെഡ് ഓഫ് എവിഡൻസ് against these 3 people. Therefore we are absolving them from all the responsibilities എന്ന് പറഞ്ഞിട്ട് 2-3 ലൈനിൽ ഈ 3 പേരെ കുറ്റവിമുക്തരാക്കി. ബട്ട് ഈ കുറ്റവിമുക്തരാക്കുന്നവരെ ഈ വിധി വരുന്നത് 2017ആണ്. 2014 മുതൽ 17 വരെ അവർ ഈ നാണക്കേട് സഹിച്ചു. 3-4 വർഷം. എന്ത് കാര്യത്തിനായിരുന്നു? ഒരു കാര്യമില്ലാതെ. ഫെഫ്കയിലെയോ അല്ലെങ്കിൽ അമ്മയിലെ മറ്റുള്ളവരോ, ഇന്നസെൻറ്റോ അല്ലെങ്കിൽ ഇടവേള ബാബുവോ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റത്തിൻ്റെ കുരിശ് ചുമക്കേണ്ടി വന്നതാരാ? ഈ 3 പേരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി പറഞ്ഞ്, തലേന്ന് താഴെ ഇട് ഈ കുന്തം, ഇത് നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട ആൾക്കാരല്ല. നാട്ടിൽ നടക്കുന്ന കൊളരായി മുഴുവൻ മോഹൻലാൽ സമാധാനം പറയണം, സിദ്ദിഖ് സമാധാനം പറയും. എന്തോന്നല്ല ഇത്, എടുത്ത് കളയടാ ഈ മുൾക്കിരീടം. അപ്പോൾ മോഹൻലാൽ ശരിയാണില്ല, ഞാനെന്തിനും ഇത് എൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു, ഇതേ കിടക്കുന്നു, ആർക്കാന്ന് വെച്ചെടുത്തോ. 2 മാസമായുള്ളൂ കമ്മിറ്റി വന്നിട്ട്. അപ്പം വരട്ടെ എന്ന്, വരുമോ വരാതിരിക്കുക ഞാൻ പറയാം. ഇനിയും അമ്മയ്ക്ക് നേതൃത്വം ഉണ്ടാകുമോ എന്നെനിക്ക് അറിയില്ല.
പക്ഷേ ഉണ്ടായാൽ അത് പഴയ നേതൃത്വമായിരിക്കില്ല, പഴയ അമ്മയും ആയിരിക്കില്ല. പക്ഷേ എൻ്റെ ഒരു സങ്കടം, ഒരു നിവൃത്തിയില്ലാതെ സിനിമയൊക്കെ പോയി മരുന്ന് വാങ്ങാൻ കഴിയുന്ന 100ഓളം പേരുണ്ട്. അവർക്ക് മാസം 5000 രൂപ അമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരെ മറക്കരുത്. അവർക്ക് ഇപ്പോഴും അത് കൊടുക്കും. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിന് കൊടുക്കുന്ന ഉത്തരം, എടാ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? അത് 150 പേർക്ക് കൊടുക്കുന്നുണ്ട്. 150 പേർക്ക് മാസം 5000 രൂപ കൊടുക്കാനായിട്ട് അമ്മയും അമ്മൂമ്മയും ആവശ്യമുണ്ടോ? വെറുതെ മൊബൈലിൽ ട്രാൻസ്ഫർ ചെയ്താൽ പോരെ, പണി കഴിഞ്ഞില്ലേ? അഡ്ഹോക് കമ്മിറ്റിയായിട്ട് അവർ തുടരുമെന്ന് പറഞ്ഞു, കാരണം ഈ ആക്ടിവിറ്റി നടത്താനായിട്ട്. അപ്പോൾ ആ പൈസ വെറുതെ മൊബൈൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്താൽ മതി. മാസത്തിലൊരിക്കലുള്ള ട്രാൻസ്ഫർ അല്ലേ അത്? മൊബൈൽ പോലും വേണ്ട, നിങ്ങൾക്ക് ബാങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഇന്ന അക്കൗണ്ടിലേക്ക് മാസം 5000 രൂപ വെച്ച് അയച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പണി കഴിഞ്ഞു. ഇതിന് അമ്മയും വേണ്ട, അമ്മൂമ്മയും വേണ്ട. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ റിസർവ് തീരത്തില്ലേ? അതിപ്പോൾ റിസർവ് തീരുമ്പോൾ അടുത്ത കമ്മിറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതാണ് ഈ ചെമ്പിലെ വക്കീലിൻ്റെ ബുദ്ധി. ഇത് നമ്മളിതിൽ നൂര്, ഞാൻ ഊരിയാൽ അയാൾക്ക് എന്താകുന്ന അയാൾ ആലോചിച്ചോളൂ. നീ ഇങ്ങോട്ട് വേറെ, നീ ആ ചെളിയിൽ നിന്ന് കരയ്ക്ക് കയറ് മോഹൻലാലെ, വാടാ ഇവിടെ സിദ്ദിഖെ കയറ, കരയ്ക്ക് കയറ്, എല്ലാവരും കരയ്ക്ക് കയറ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തേങ്ങാക്കൊല. അല്ല ചേട്ടാ, കുറ്റക്കാർ മാത്രം, കുറ്റക്കാർ നീ നാളെ കുറ്റക്കാരനാണെന്ന് നോക്കിക്കോ. വെറുതെ ഒരു പെണ്ണ് വന്ന് ടി വിയിൽ അവൻ എന്നെ തോണ്ടിപ്പിച്ച് എന്ന് പറഞ്ഞ് ഞാൻ നിൻ്റെ ജന്മം കോഞ്ഞാട്ടയാകും. കയറ കരയ്ക്ക്, ചെളിയിൽ എല്ലാവരെയും ചെളിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി പോയി കുളിച്ചിട്ട് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞു മമ്മൂട്ടി. ഇതാണ് ഞാൻ കാണുന്ന ഒരു സീൻ. ഏറ്റവും സാധ്യത അതിനാണ്. കലങ്കി തെളിയോ? തെളിയില്ല. കാരണം ഈ ബേസിക്കലി കലാകാരന്മാർ അച്ചടക്ക സ്വഭാവമുള്ളവരല്ല. ഒരു അനാർക്കിസം ഉണ്ട്. അനാർക്കിസം അതിൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് ഇത് കലങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ തമ്പുരാക്കന്മാരൊന്ന് ഇളക്കും ഇടയ്ക്ക്. അവർക്ക് പിന്നെ അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ പുറത്തു വരാതെ അവർക്ക് നോക്കാനും അറിയാം. അവിടെ ഇതിലും വലിയ പന്തം കൊളുത്തിപ്പടയാം മാധ്യമരംഗത്ത്. അതാരും പറയില്ല. ഇപ്പോഴും പൂച്ചം വർത്തമാനത്തിൽ മാത്രം നിൽക്കുന്നതാണ് മാധ്യമരംഗത്തെ കൊളതാഴികൾ. അതാരും പറയില്ല. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം നടത്തുന്നവരൊക്കെ വെറുതെ ഇരിക്കുന്നില്ല, അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഏതായാലും സിനിമാ സംഘടനയുടെ കഥ ഒരു സിനിമാ കഥ പോലെ മുന്നേറുകയാണ്. അതെ. സുനിൽ, ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുമില്ല. പണം, പ്രശസ്തി, അധികാരം, ഇത് മൂന്നും ഉള്ള സ്ഥലത്ത് ചക്കരയിൽ ഈച്ച പൊതിയുന്ന പോലെ ആടി കൂടും. അത് ആണും പെണ്ണും കൂടും. അതിലേത് ആയുധവും പ്രയോഗിക്കും. ഏറ്റവും എളുപ്പം പ്രയോഗിക്കാവുന്ന ആയുധമാണ് ഈ ലൈംഗിക ആയുധം. ആ ബോംബ് അങ്ങോട്ട് എടുത്തിടും, ആരാണെന്ന് നോക്കാതെ. ഇതാണ് നടക്കുന്നത്. ഇതിലും എത്രയോ കൂടുതലാണ് രാഷ്ട്രീയത്തിൽ. അതെ, രാഷ്ട്രീയത്തിലാണ് ഏറ്റവും വലിയ പോക്കൃത്തരം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. അത് ഇനി അതിൻ്റെ കഥകളൊക്കെ വരാനിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ അവർക്കിത് മാനേജ് ചെയ്യാൻ അറിയാം. കഥകൾ മാനേജ് ചെയ്യാൻ സിനിമാ താരങ്ങളെക്കാൾ സാമർഥ്യം രാഷ്ട്രീയക്കാർക്കുണ്ട്. നിൽക്കാനറിയാം. നിൽക്കുകയല്ല, അവരെ ഭീഷണിപ്പെടുത്തും ആളൊക്കെ ഉണ്ടല്ലോ. അത് വേറൊരു ലെവൽ കളിയാണ്. സിനിമാ താരങ്ങളെ പോലെയല്ല. സിനിമാ താരങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പോപ്പുലാരിറ്റി നിലനിർത്തണം, അവരുടെ ട്രാക്ക് റെക്കോർഡ് നിലനിർത്തണം, ഇമേജ് പ്രശ്നമാണ്. ഇതൊക്കെ ഉണ്ട്, പലവിധ പരിമിതികളുണ്ട്. ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗദർ. ഏതായാലും സർക്കാർ ഇപ്പോൾ DGPയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘമൊക്കെ ഉണ്ടാക്കിയല്ലോ, വലിയ വലിയ IPSകാരുള്ള. അവരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട, ഇപ്പോൾ ഉള്ള പരാതികൾ നോക്കിയാൽ മതി. ഇത് കോടതി തിരിച്ചു പറഞ്ഞാലോ? ഞാൻ പറയുന്നത്, ഇഫ് ദർ ഈസ് എ കോഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ്ഡ്, യു ഹാവ് ടു ടേക്ക് എ കേസ്, രജിസ്റ്റർ ആൻ FIR. അത് വിശാഖ ജഡ്ജ്മെൻറ്റിലെ നിർദ്ദേശമാണ്. അതല്ലാതെ അത് ഹേമ കമ്മീഷനാണ്, അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. DGP സബ് ജുഡീസ് എന്ന് വരെ പറയുന്നുണ്ട്, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതുകൊണ്ട് ദർ ഈസ് നത്തിങ് കോൾഡ് സബ് ജുഡീസ് ഇൻ ഇന്ത്യ. ടേക്ക് ഇറ്റ് ഫ്രം മീ. സബ് ജുഡീസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇന്ത്യയിലില്ല. അത് ജൂറി സിസ്റ്റമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് സബ് ജുഡീസ്. കോടതിയുടെ മുമ്പിലിരിക്കുന്നു, അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൂടാ, അങ്ങനൊരു ഏർപ്പാട് ഇന്ത്യയിലില്ല. സബ് ജുഡീസ് എന്ന് പറയുന്നത് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, ഒരു പ്രയോഗമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് ഞാൻ പറയട്ടെ, ഒരു കൊലപാതകം നടന്നു,
ഞാൻ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് കേസ് കൊടുക്കുന്നു. ഈ കൊലപാതകം CBI അന്വേഷണം എന്ന് പറഞ്ഞു. ഈ പോലീസുകാരൻ അന്വേഷണം നിർത്തിവെക്കണം, സബ് ജുഡീസ് ആകും. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. ഇനി ഞാൻ അന്വേഷിക്കില്ല, ഹൈക്കോടതി തീരുമാനം വരട്ടെ. അങ്ങനെ ഇരിക്കുമോ? ഹീ കനോട്ട്. അങ്ങനെ ചെയ്താൽ അത് വേറൊരു ക്രൈമായിട്ട് മാറും. DGP എന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആരാണ് അദ്ദേഹം? ദർവേഷ് സാഹിബ്. അദ്ദേഹം ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് എനിക്കറിയില്ല. അല്ല, താനി വിളരിക്കാൻ പെട്ടണമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊടാൻ സർക്കാരിന് ഉദ്ദേശമില്ല. അത് പറ. അതാണ് കാര്യം. ഈ പുകമറയ്ക്കകത്തൊക്കെ കുറേ വിവാദമൊക്കെ ഉണ്ടാക്കി, കുറേ മലിനീകരണം നടത്തി അങ്ങ് അവസാനിക്കും. ഓക്കെ, അങ്ങനെ തീരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.